അസ്സലാമലൈക്കും. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ കേക്ക് ഉണ്ടാക്കുന്നത്. അതിനായി അര മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, 3 ഏലക്കായ്, 10 മുട്ട, 1 കിലോ മൈദ എന്നിവയാണ് വേണ്ടത്. അതിനായി ആദ്യം 10 മുട്ട പൊട്ടിച്ചിട്ട് ഒരു പാത്രം വലിയ ബോളിൽ പൊട്ടിക്കാം. അതിന് പിന്നെ പഞ്ചസാര പൊടിക്കണം. പൊടിച്ച പഞ്ചസാര ഇതിലിടണം. അത് മുട്ടയും ഭയങ്കര നല്ലോണം മിശ്രിതമാക്കണം. അതെന്ന് വെച്ചാൽ നല്ലോണം മിശ്രിതമാക്കിയിട്ട് പഞ്ചസാര തരി വരെ ഉണ്ടായിക്കൂടാ. അപ്പം മിക്സിയിൽ അടിച്ചിട്ട് പൊടിച്ചില്ലേ, ആ കൂട്ടത്തിൽ തന്നെ ഏലക്കായ് പൊടിച്ചതും ഇടാം. 3 ഏലക്കായ് വേണ്ടു. എനിക്ക് ഏലക്കായിൻ്റെ മണം ഇഷ്ടമല്ല, അതുകൊണ്ട് 3 എടുത്തില്ല. കുറച്ച് ഓയിലും തടുക കൈക്ക് പറ്റുന്നതിന്. പിന്നെ അതിന് മൈദ കുറച്ചായി ഇടുക. അത് ഒരു സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതേപോലെ മിശ്രിതമാക്കാം. അതേപോലെ ആക്കുമ്പം ഒരു ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെയാവും. ആ വിധമാകുമ്പോൾ നിർത്തേണ്ടത്, ഈ വിധമാകുമ്പോൾ നിർത്തണം. എന്നിട്ട് അതേപോലെ അടച്ച് വെക്കണം. ഞാൻ രാവിലെ 7 മണിക്ക് വെച്ചിട്ട് വൈകുന്നേരം 3 മണിക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം അതുവരെ അടപ്പ് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്ത് പിന്നെ ഒരു 3 മണിയാകുമ്പം എടുത്തിട്ട് എന്താക്കുന്ന വെച്ചാൽ ഇങ്ങനെ പുരട്ടിയിട്ട് ഇങ്ങനെ ക്രോസ് ആക്കിയിട്ട് മുറിച്ച് എണ്ണ ചൂടാക്കിയിട്ട് നല്ല തള വരുമ്പം ഗ്യാസ് സ്പീഡ് നല്ലോണം കുറക്കുക. സ്പീഡ് നല്ലോണം ആയെങ്കിൽ അത് കരിഞ്ഞു പോകും, ഉള്ളു പോവില്ല. എന്നിട്ട് എന്താക്കുന്ന വെച്ചാൽ എണ്ണ നല്ലോണം ചൂടായി എന്ന് പറയുമ്പം അതിലേക്ക് പറക്കി കുറച്ചായി ഇടാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കിക്കൊണ്ട് നിൽക്കാം. അങ്ങനെ ഇതാക്കുമ്പം എണ്ണ ചൂടായി വരുമ്പം ഇതാക്കുന്ന വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് സ്പീഡ് നല്ലോണം കുറച്ചിട്ട് തന്നെ വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ഒരു ബ്രൗൺ കളർ വരുമ്പം കോരിയിട്ട് എടുക്കുക. ബ്രൗൺ കളറാകുമ്പം കോരിയിട്ടെടുക്കുക. ഈ വിധത്തിലാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടണം, എന്നിട്ട് എടുക്കാം. അതാണ് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ കേക്ക് റെഡി. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് പറയുക. ഓക്കെ, അസ്സലാമു അലൈക്കും. പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ ഇൻഷാ അല്ലാഹ്.